ശക്തിയില്ലാത്തവർ ശപിച്ചാലും ഒന്നും സംഭവിക്കില്ല, ആശീർവദിച്ചാലും ഒന്നും സംഭവിക്കില്ല. നിരാശയിലും കോപത്തിലും ആളുകൾ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു, ശപിക്കുന്നു. മനസ്സുകൊണ്ട് ആശീർവദിച്ചാൽ, വരങ്ങൾ നൽകിയാൽ ഇത് രണ്ടും സാധ്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു തോക്കുണ്ടെന്ന് കരുതുക. ഉള്ളിൽ ബുള്ളറ്റ് ഇല്ല. ഷൂട്ട് ചെയ്താൽ ഞാൻ മരിക്കുമോ? ഇതും അതുപോലാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ബോധത്താൽ നന്മ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ദോഷം ചെയ്യണമെങ്കിലോ ഉള്ളിൽ ഒരു സാധന ഉണ്ടായിരിക്കണം, ശക്തി ഉണ്ടായിരിക്കണം. അത്തരത്തിലൊരു ശക്തി ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ശക്തിയെ പുറത്തേക്ക് നയിച്ച് നന്മയും ചെയ്യാം, ദോഷവും ചെയ്യാം. ഓരോരുത്തരുടെയും ഗുണം അനുസരിച്ച് അവർക്കറിയാവുന്നത് അവർ ചെയ്യുന്നു. പക്ഷെ അടിസ്ഥാനപരമായ ആ ശക്തി ഉണ്ടായിരിക്കണം. ശക്തിയില്ലാത്തവർ ശപിച്ചാലും ഒന്നും സംഭവിക്കില്ല, ആശീർവദിച്ചാലും ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ആർക്കെങ്കിലും നമ്മൾ ധ്യാന ദീക്ഷ നൽകുമ്പോൾ അവരെ തയ്യാറാക്കുന്നു, പല വിധത്തിൽ അവരെ തയ്യാറാക്കുന്നു. ഞാൻ ഈ ലോകത്തിന് ഒരു അമ്മയായിരിക്കുമെന്ന ബോധം സൃഷ്ടിക്കുന്നു. നല്ലത് മാത്രം ചെയ്യും. അതൊന്നും സാധ്യമല്ല. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും എൻ്റെ കുഞ്ഞുങ്ങൾ ആയിരിക്കുമെന്ന ചിന്തയുണ്ടായാൽ പിന്നെ നിങ്ങൾ ദോഷം ചെയ്യില്ല.